ഗൈസ്, നമ്മൾ കഴിഞ്ഞ ദിവസം പോസിയായിട്ട് ബന്ധപ്പെട്ടു അല്ലെങ്കിൽ വിദേശത്ത് കളിക്കുന്ന ഇന്ത്യൻ താരങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ വീഡിയോസ് ചെയ്തിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് അല്ലെങ്കിൽ മുമ്പും എപ്പോഴും പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇന്ന പ്ലെയറിനെ പറ്റിയിട്ട് എന്താണ് സംസാരിക്കുക, ഇന്ന പ്ലെയറും വിദേശത്തല്ലേ കളിക്കുന്നത്, ഇന്ന പ്ലെയർ എന്താ ദേശീയ ടീമിൽ എടുക്കാത്തത്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് പലപ്പോഴും വരുന്നത്. അപ്പം ഞാൻ ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പലർക്കും മനസ്സിലാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അതായത് ഈ ഫ്രോഡ് ഫുട്ബോളേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഇവിടെ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അതായത് അങ്ങോട്ട് പണം കൊടുത്ത് കളിക്കുന്നു, എന്നിട്ട് വ്യത്യസ്ത യൂറോപ്പിലെയൊക്കെ ക്ലബ്ബുകളിൽ കളിച്ചിട്ട് അവരൊരു ട്രാൻസ്ഫർ മാർക്കറ്റിലൊരു പ്രൊഫൈലൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നീട് വേറെ സ്ഥലങ്ങളിൽ പോകുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പരിപാടി. ഞാൻ ഇന്ത്യക്കാരുടെ കാര്യത്തിലാണ് അങ്ങനെ പറഞ്ഞത്. ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ കേരളത്തിൽ നടക്കുന്ന ഒരു വലിയ സ്കാമാണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന വലിയ സ്കാമാണ്. ഇപ്പോൾ സ്പെയിനിലെ ഒരു ക്ലബിൽ പോയി നിങ്ങൾക്ക് കളിക്കാൻ ഒരു അവസരം ലഭിക്കുന്നു, പക്ഷേ 5 ലക്ഷം രൂപ വേണം, അതിന് സഹായിക്കണമെന്ന് അങ്ങനെ പറഞ്ഞിട്ട് ആയിരക്കണക്കിന് പേരാണ് ഇവിടുന്ന് പോയിട്ടുള്ളത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. ഒരാഴ്ച 2-3 ആഴ്ച അവിടെ പോയി ട്രെയിൻ ചെയ്യും, തിരിച്ചു വരും, പിന്നീട് അവരുടെ നോർമൽ ലൈഫ്, അവരുടെ ക്യാഷ് പോയത് മെച്ചമെന്നുള്ളത്. പക്ഷേ ഇത് വേറൊരു തരത്തിലുള്ള ഒരു ഫ്രോഡ് പരിപാടിയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. പലരും കമന്റ് ബോക്സിൽ പറയുന്ന ഈ ഒരു താരം എന്തിന് കേരള ബ്ലാസ്റ്റേഴ്സിൽ പോലും സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അന്ന് വലിയ ട്രാൻസ്ഫർ ഫീ കൊടുത്ത് സൈൻ ചെയ്തു എന്നുള്ള വാർത്തകളൊക്കെയാണ് വന്നത്. അതിൻ്റെ ഒരു സത്യാവസ്ഥ എത്രത്തോളം എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ റിസർവ് ടീമിൽ ഒരു കളി കണ്ടിട്ട് എൻ്റെ ഒരു സുഹൃത്ത് ഈ ഒരു താരത്തെ പറ്റിയൊക്കെ പറഞ്ഞതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. വിദേശത്ത് യൂറോപ്പിലൊക്കെ വലിയ ലെവലിൽ കളിക്കുന്ന ഒരു പ്ലെയറുടെ ഒരു കാര്യമാണ് റിസർവ് ടീമിലേക്ക് ഒരു അവസ്ഥ വെച്ച് പറഞ്ഞത്. എന്താണെങ്കിലും അധികം നാളൊന്നും ഇവിടെ നിൽക്കേണ്ടി വന്നില്ല. വീണ്ടും തിരിച്ച് പുള്ളി വിദേശത്തിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. പിന്നെ അന്ന് ഈ പുള്ളിയുടെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇന്ത്യൻ അണ്ടർ 23 പ്ലെയർ എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പുള്ളി അങ്ങനെ ഒരു അണ്ടർ 23 ലെവലിൽ റെപ്രസെൻറ്റേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതാ പറഞ്ഞത്, ഇങ്ങനെയുള്ള പല തിരിമറികളും നടത്തിയിട്ട് പ്രൊഫൈലുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഫുട്ബോൾ താരങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ഇതൊന്നും അറിയാത്ത സമയത്ത് ഞാനും വിചാരിച്ചിരുന്നത് ഇങ്ങനെ പറഞ്ഞ യൂറോപ്പിൽ വലിയ ലെവലിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്. പിന്നീടാണ് ഇതിൻ്റെ സത്യാവസ്ഥയൊക്കെ മനസ്സിലായത്. ഇപ്പോൾ ഈ ഫുട്ബോളൊക്കെ തുടങ്ങിയ കാലം തൊട്ടേ ഇതുപോലത്തെ ഫ്രോഡ് ഫുട്ബോളേഴ്സ് എന്ന് പറയുന്ന പരിപാടി ഉള്ളതാണ്. പണ്ട് ബ്രസീലിൽ ഒരു പ്ലെയർ ഉണ്ടായിരുന്നു, കാർലോസ് കൈസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു താരം. അതുപോലെ തന്നെ അലിദിയ എന്ന് പറഞ്ഞിട്ടുള്ള സെനഗലിൽ നിന്നുള്ള പ്ലെയർ ഉണ്ടായിരുന്നു. ഇവരെ പറ്റിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഈ ഫ്രോഡ് ഫുട്ബോളേഴ്സ് കാറ്റഗറിയിൽ കേട്ടിട്ടുള്ള പേരുകൾ. ഇവരുടെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 70s 80s ഏർലി 90s അന്ന് ഇൻ്റർനെറ്റ് ഒന്നും ഇത്രയും സജീവമായിട്ടുള്ളൊരു കാലഘട്ടമൊന്നും അല്ലല്ലോ. അപ്പോൾ ഇവർ ഇന്നൊരു ടീമിൻ്റെ പ്ലെയറാണ് എന്നൊക്കെ അങ്ങോട്ട് അടിച്ചു വിടുക. എന്നിട്ട് മറ്റ് ക്ലബ്ബുകളിലേക്ക് ഇങ്ങനെ ആ ഒരു കോളിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലോ അറിയിക്കും, ഇങ്ങനത്തെ ഒരു പ്ലെയർ ഉണ്ട്, ടോപ്പ് ലെവൽ പ്ലെയറാണ്, ഇത്ര ഗോൾസ് അടിച്ചു, അല്ലെങ്കിൽ ഇത്ര ലെവൽ ഓഫ് പെർഫോമൻസ് നടത്തി. അപ്പം ചിലപ്പോൾ ഇവരുടെ ഏജൻസ് ആയിരിക്കും ചെയ്യുന്നത്, ഇവർ നേരിട്ടായിരിക്കും ചെയ്യുന്നത്. പിന്നെ ചിലപ്പോൾ മാധ്യമങ്ങളിൽ പെയ്ഡ് ന്യൂസ് ആയിരിക്കും കൊടുക്കുന്നത്. എന്നിട്ട് ഒരു ക്ലബ്ബിൽ വരും, എന്നാൽ ആ ക്ലബ്ബുകൾക്കൊന്നും വേണ്ടി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മത്സരങ്ങളൊന്നും കളിക്കത്തില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പേര് പറഞ്ഞാൽ അത് ഒഴിവാക്കും. മാക്സിമം കുറച്ച് നാളുകളൊക്കെ ഒരു ക്ലബ്ബുകളിൽ നിൽക്കാനുള്ള സാധ്യതയുള്ളൂ. അപ്പോഴത്തേക്ക് ഈ ക്ലബ്ബ് തിരിച്ചറിയുന്ന സമയത്ത് ഈ താരം വേറൊരു സ്ഥലത്തോട്ട് പോകും. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും ഇൻ്റർനെറ്റും അല്ലെങ്കിൽ ഇത്രയും ഇന്നത്തെ കാലത്താണെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു പ്ലെയറെ പരിശോധിച്ച് സ്കൗട്ട് ചെയ്തിട്ടൊക്കെയാണ് എടുക്കുന്നത്. അന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും അല്ലല്ലോ പരിപാടി. എന്നിരുന്നാൽ പോലും ഇന്നത്തെ കാലത്തും അത് ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്ന് പറയുന്നത് നമുക്ക് പറയേണ്ട കാര്യം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ പോലും അത് നടക്കുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ ഫുട്ബോളർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് ഇന്ന ലീഗിലാണ്, ഇന്ന വിദേശത്താണ് കളിക്കുന്നതെന്നൊക്കെ പറയുന്ന ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് ഈ പറഞ്ഞ പോലെ മാധ്യമ പ്രവർത്തകരൊക്കെ ആയിട്ട് നല്ല ബന്ധത്തിൽ ഇരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പം ഒരു ആർട്ടിക്കിളോ അല്ലെങ്കിൽ ഒരു വീഡിയോയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും. അപ്പോൾ അത് വെച്ചിട്ട് അത് ഉപയോഗപ്പെടുത്തും. അവരുടെ സോഷ്യൽ മീഡിയയിലെ ഫോളോവേഴ്സിനെ കാണിച്ചിട്ട് ഈ പറഞ്ഞ അമച്വർ ക്ലബ്ബുകളിലോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ അവിടെ സൈൻ ചെയ്തു എന്നുള്ള തരത്തിൽ ഇങ്ങനെയൊക്കെയുള്ള പല പരിപാടികളും. അതാണ് ഈ ഫ്രോഡ് ഫുട്ബോളേഴ്സിൻ്റെ ഈ ന്യൂജൻ പരിപാടികൾ. അന്നത്തെ കാലത്ത് ആ തരത്തിലായിരുന്നെങ്കിൽ ഇന്നത്തെ കാലത്ത് ഈ തരത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. അത് പിന്നെ പല ആളുകളും വഞ്ചിക്കുന്ന തരത്തിലേക്കൊക്കെ വരെയുള്ള പരിപാടികൾ ചെയ്യുന്ന ആളുകളുമുണ്ട്. അപ്പം ഇത് നമ്മുടെ നാട്ടിൽ ഈ പരിപാടി ഉള്ളതുകൊണ്ടാണ് ഈ ഫ്രോഡ് ഫുട്ബോളേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ഒരു കാര്യം നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്നുള്ളത് ഉദ്ദേശിച്ചത്. അപ്പം നമ്മുടെ കുട്ടികളൊന്നും ഇതിൽ പോയി പെടാതിരിക്കുക. പിന്നെ അത്രയൊക്കെ പറയാനുള്ളൂ. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റും. ഗണേശൻ സൈനിങ് ഓഫ്.